ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. അമാന ടൊയോട്ടയാണ് വിളിക്കുന്നത്. പറഞ്ഞോളി. ഹരിപ്രസാദ് സാറാണോ സംസാരിക്കുന്നത്? ഹരിപ്രസാദ് അല്ല, നമ്മള് ഇതിന്റെ ഓണറാണ്. പറഞ്ഞോളി. ഹരിപ്രസാദിന്റെ പേരിലാണ് നമ്മളെ വണ്ടി എടുക്കണത്. ഓക്കെ ഓക്കെ. ഇന്നലെ സർ വെഹിക്കിൾ സെക്കൻഡ് സർവീസിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. വണ്ടി കൊടുത്തിരുന്നു. കൊണ്ടാണ് കുട്ടി അതിൽ നിങ്ങൾ കെട്ടി തരുന്നുള്ളൂ അത്. സോറി, നിങ്ങൾക്ക് കെട്ടിയിട്ടുള്ളല്ലോ, വേറെ ഒന്നും കാട്ടിയിട്ടല്ലോ. സർവീസ് അല്ലേ? സെക്കൻഡ് സർവീസ് അല്ലേ? സെക്കൻഡ് സർവീസിൽ ജനറൽ ചെക്കപ്പും വാട്ടർ സർവീസ് ഉള്ളൂ. അങ്ങോട്ടൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെല്ലാം ക്ലിയർ ആയിട്ടില്ലെന്ന് അറിയാനാ വിളിച്ചത്. ക്ലിയർ തെറ്റിയൊന്നും വല്ലാതെ കുഴപ്പമില്ലല്ലോ കുട്ടിയെ. കുഴപ്പമില്ല. ഇനിയിപ്പോ കുട്ടികളെ മക്കളോട് ചോദിച്ചേണ്ടി വരും കേട്ടോ. ഞാൻ ഇപ്പൊ ഇങ്ങനെ കയറി കുത്തിരിക്കലേ ഉള്ളൂ. മക്കളോടെല്ലാം ചോദിച്ചേണ്ടി വരും. ഇപ്പൊ എന്തെങ്കിലും റിയാസ് ആയിരുന്നു വണ്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാസ് കുഴപ്പമില്ല, ആ കുട്ടി കുഴപ്പമില്ല. പക്ഷെ ഇത് കൃത്യമായിട്ട് നമ്മളെന്താ അറിയാം, ഞാൻ ഇന്റെ പെണ്ണുങ്ങളെയും കൊണ്ട് വന്നതായിരുന്നു ഇന്നലെ പെരുത്തല മണ്ണൊക്കെ. അപ്പൊ 9 മണിക്ക് ഇതിന്റെ ടൈം തന്നിരുന്നു. ഞാൻ ആരെങ്കിലും വിളിക്കുമ്പോൾ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. 9 മണിക്ക് ടൈമല്ല. അപ്പൊ ഹോസ്പിറ്റലിൽ നേരം പറ്റിയാൽ നമുക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ ഓരോട് പറഞ്ഞ എന്തെങ്കിലും പഠിക്കണം, നമ്മളെ പെണ്ണുങ്ങളങ്ങനെ ഹോസ്പിറ്റൽ ആക്കിയിരിക്കാണ്, അതിനെന്തെങ്കിലും ഒരു മാർഗങ്ങൾ ഉണ്ടായിത്തരാണെങ്കിൽ വേഗം ഒന്ന് കഴിച്ചു. ഓനാണെങ്കിൽ പറഞ്ഞത് കെഗരും പിന്നെ എന്തോ ഒരു ചെക്കപ്പും മാത്രമേ ഉള്ളൂ പറഞ്ഞു. അപ്പൊ ഇത് നിങ്ങള് വെറുതെ കണ്ടിട്ട് ചെയ്യുന്നത്. ഇതിന്റെ മുമ്പത്തെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വെറുതെ ചെയ്തീന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പെരിന്തൽമണ്ണെന്ന് വെച്ചാൽ 1,500 റുപ്യന്റെ പെട്രോളും അടിച്ച ഈ ഡീസലും അടിച്ചാണ്ട് വന്നിട്ട് 250 റുപ്യൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ കഴിയുന്നു പറഞ്ഞു. ഏതായാലും ഇപ്പൊ സംഗതിയൊക്കെ കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഒരു കെജിയൊക്കെ തന്നിക്കണേ. ഇനിയിപ്പോ എന്ത്? ഓക്കെ സർ, നമുക്കിവിടെ ടൊയോട്ടയുടെ ഭാഗത്തായിട്ട് ഒരു മാർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. മാർക്ക് കൊടുക്കേണ്ടത് അവിടെ പരീക്ഷയിലൊന്നും ഇരുന്നിട്ടില്ലല്ലേ? പരീക്ഷയല്ല സർ, സാറിന്റെ ഓവറോൾ എക്സ്പീരിയൻസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാ, അങ്ങനത്തെ ഒന്ന് കൊടുക്കലിട്ടോ ഞാൻ. കാരണം നമുക്ക് ഇതിനെ കുറിച്ചൊരു ഇതുമില്ലാത്തതാണ്. ഞാൻ എന്ത് ഇതിന്റെ പൈസ തന്നെ കാരണം ഫുള്ള് അവിടുന്ന് കൊടുത്താൽ നമ്മൾ ചെറിയൊരു അടവുകളിൽ ഇട്ടു. ഇനി എന്ത് പരീക്ഷത്? അങ്ങനെയല്ല സർ, നമ്മൾ ടോട്ടൽ സർവീസ് എക്സ്പീരിയൻസ് ആണ് ഈ മാർക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. മാർക്കില് 10ലാണ് മാർക്ക് കൊടുക്കേണ്ടത്. അതില് 10 എന്ന് വെച്ചാൽ എക്സലന്റ് സർവീസ്, 9 ഗുഡ് സർവീസ്, 8ഉം അതിനേക്ക് താഴേക്കുള്ളതും കംപ്ലൈന്റ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ റിയാസ് ആ ചെറുക്കം കുഴപ്പമില്ല, ആ കുട്ടി കുഴപ്പമില്ല, ആ ചെറുപ്പക്കാരൻ ചെറുക്കം. ബാക്കിയിലിപ്പോ നമ്മളിത് കണ്ടിട്ടില്ല, ഇത് കരുതി തന്നിട്ടുള്ളൂ. അതെ അതെ സർ, നമ്മൾ സെക്കൻഡ് സർവീസിൽ അത്രേ വർക്ക് വരുന്നുള്ളൂ. പിന്നെ 10,000 സർവീസിലാണ് ഓയിൽ ചേഞ്ചിങ് വരുന്നത്. അതിന് പൈസ കൊടുക്കേണ്ടി വരും. അതിൽ ഓയിൽ ചേഞ്ചിങ്ങിന് മാത്രം പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ ലേബർ ചാർജ് ഫ്രീ ആയിരിക്കും. അതിന് നിങ്ങൾ ഇനിയിപ്പോ എന്താട്ടും? ഇതിന്റെ മുമ്പ് നമ്മള് മാരുതിന്ന് ഞാൻ ഒരു വണ്ടി എടുത്തിരുന്നു. ആ വണ്ടിന്റെ കാര്യം പറയണെങ്കിൽ ഇതേമാതിരി തന്നെ പറഞ്ഞാണ്ട് കൊണ്ടുവന്നിട്ടായിരുന്നു. ഓയിലിന്റെ പൈസ ഇതൊന്നും ഈ ഒരു പണി എടുക്കണീന് എന്തെങ്കിലും കൂലി എടുത്താൽ മതിയാവുന്നും പറഞ്ഞു ചെന്നാണ്ട് പിന്നെ ഒരു പറഞ്ഞ അതിന്റെ എന്തൊക്കെയോ സാധനം മാറ്റിയിരിക്കണെന്ന് അങ്ങനെ എന്തൊക്കെയാ പറയാണ്ട് എത്ര കാര്യം പൈസ വാങ്ങി. അതേമാതിരി നിങ്ങളും വാങ്ങും, അത് ചെറുപ്പ. ഇല്ല സർ, അത്രയൊന്നും പൈസ വരില്ല. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാരുതിത്തെ അത്രയും സർവീസ് ചാർജ് വരില്ല സർ. എന്തായാലും സർ ഞാൻ എന്നോട് പറയാം, ഇതിന്റെ വലിയ കുട്ടിന്റെ പ്രായമുള്ളൂ, ചിലപ്പോ എന്റെ ഒച്ച കേട്ടിട്ട് തോന്നണത്. നമ്മളെന്താർക്കറിയാം, ഞാൻ ഇത് ഇതാക്കിയിട്ട് ഈ കുട്ടികൾ ഇത് ഈ പുതിയ മോഡൽ ഇറങ്ങിയിരിക്കുന്നത്. പഴയത് വണ്ടി നമ്മളെ പേര് കിടക്കുന്നുണ്ട്. എന്നാലും ഓർക്ക് ഇത് പുതിയ മോഡൽ എന്തതിന്റെ പേര് ക്രിസ്റ്റ അങ്ങനെ എന്താ പേരാണ്? ഇന്നോവ ക്രിസ്റ്റ. പഴയത് ഉണ്ട് ഇവിടെ. ആ പണ്ടാറ കുട്ടികൾ കാട്ടിട്ട് ഓർക്ക് ഇത് മാണം പറയാണ്ട് വാങ്ങി. അപ്പൊ എന്താ ഈ ഓരോന്നിനും പൈസ. അല്ല, ഇത് എന്റെ കുട്ടിന്റെ പ്രായമായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എന്താ അറിയാം, ഞമ്മക്കൊരു പരിധിയില്ല. ഇത് ഇങ്ങോട്ട് കോലി ഇതാക്കിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ. ഇനിയിപ്പോ ഇതിന് എന്നൊക്കെ വരുന്നത്? ഇത് ഇനി അടുത്ത സർവീസ് വരുന്നത് 10,000 അല്ലെങ്കിൽ 6 മാസം എന്നാണ് അതിന്റെ പീരീഡ് വരുന്നത്. പഠിച്ചോളെ, ഇനി ഉണ്ടല്ലേ അതിന് ഇങ്ങനത്തെ ഈ കൊണ്ടുവരാൻ നല്ല ചെലവാണ്. അല്ല, ഇതിന് നമ്മൾ വരുമ്പോഴേക്ക് ഈ ഡീസൽ അടിച്ചു തരുന്ന എന്തൊരു സ്കീം ഉണ്ട് നിങ്ങളുടെ അടുത്ത്? അങ്ങനെയൊന്നുമില്ല സർ. പഠിച്ചോനെ, ഇനിയിപ്പോ ഇങ്ങോട്ട് അന്നേ ഞാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ഒരു ദിവസം മുമ്പ് വിളിച്ചറിയുണ്ട് കേട്ടോ. വിളിക്കും സർ. സാറിന് പിന്നെ കിലോമീറ്റർ അതിന്റെ മുമ്പേ ആവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് കിലോമീറ്റർ ഇത് വല്ല തന്നെ ആ ചെറുക്കം പഞ്ച ബാജർ ചെറുക്കണ്ടോ ഏട്ടങ്ങർ ആക്കിയതാ ഈ 5000 ജില്ല, അല്ലെങ്കിൽ 1000ന്റെ മുകളിലേക്ക് അതാക്കൂല. ഈ പുതിയ വണ്ടി എടുക്കുമ്പോണ്ടല്ലോ ഒരു പീറ, ആ പീറിയിൽ പെട്ടതാ അത്. കാരണം വെറുതെ ഓടിച്ചു കൊണ്ടുപോവുക. ഇനിയിപ്പോ എന്താ ഞാൻ ഈ കാട്ടണ്ടേ? വല്ലാത്ത ഇത് തന്നെയാണ് വണ്ടി. ഒരു സാധനം വാങ്ങാൻ പറ്റില്ല. മിഞ്ഞാന്നിപ്പോ വാഷിംഗ് മെഷീൻ പെണ്ണുങ്ങൾ എന്തോ കാട്ടിയാണ്ട് കയറെന്ന് പറഞ്ഞാണ്ട് അതിനും ഇതേമാർക്ക് വിളിച്ച ഓലെന്താ പെരയിൽ വന്നാലും സ്വിച്ച് മാറ്റിയായിരുന്നു. ഇങ്ങോട്ട് പിന്നെയും വിളിച്ച. ഞമ്മക്ക് ഈ തിരക്കില്ലല്ലേ. ഇനിയിപ്പോ പെരുന്നാളാണ്, ഞാൻ ഒന്നുവത്ത് എടുക്കാൻ പോണ സമയം. അപ്പൊ
ഇനിയിപ്പോ എന്താ കാട്ടേണ്ടത്? ഇതിപ്പോ മാർക്കാ വേണ്ടിയേ? അതെ സർ. മാർക്ക് റിയാസിന് ഫുള്ള് മാർക്ക് കൊടുത്തോ നിങ്ങള്? ഫുള്ള് മാർക്ക് കൊടുക്കാം. റിയാസ് നല്ല കുട്ടിയാണ്. കാരണം ഓനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഉസ്മാങ്ങാക്ക വന്നീന്ന് പറഞ്ഞായി കേട്ടോ. ഓക്കെ. ഇനി എനിക്ക് മാർക്ക് വേണോ? അല്ല എനിക്ക് വേണമെന്നില്ല സർ. പിന്നെ ഇനി ടൊയോട്ടയുടെ ഹെഡ് ഓഫീസിൽ നിന്ന് സാറിന് ഒരു കോള് വരാൻ ചാൻസ് ഉണ്ട്. അതെന്തിന്? അവര് വിളിക്കുമ്പോഴും 10 മാർക്കിന് കൊടുക്കില്ലേ? ഓൽക്ക് നമ്മള് കൊടുക്കും. കാരണം എന്താ പറയാ, നമ്മൾ ഇത് വരുമ്പങ്ങളൊന്ന് സ്പീഡ് ട്രിപ്പിലാക്കി തരേണ്ടത് നമ്മൾ ഈ പ്രായമായ ആൾക്കാരല്ലേ. കാരണം ഈ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. എനിക്കറിയാം മൂത്രത്തിൽ കല്ലായി എത്ര ദിവസമായി. നെക്സ്റ്റ് ടൈമില് വരുന്ന ടൈമില് സർ അപ്പോയിന്റ്മെന്റ് ടൈമിന് തന്നെ എത്തിയാലും നമ്മൾ അപ്പൊ തന്നെ അതിന് കുട്ടിയെ ആൾക്കാരത് എവിടെ ആൾക്കാരത് സ്ഥലം പോത്തലിന്ന് കുറച്ച് പോരണം. അതായത് എത്ര കിലോമീറ്റർ ഓടി പോരണം. ഇത് ആ ഓഫീസിൽ കുത്തിരുന്ന AC റൂമിൽ കുത്തിരുന്ന എനിക്കിത് മനസ്സിലാവില്ല. ഞാൻ ഇത് AC രാജ ഈ വണ്ടി കൊണ്ടിറക്കണേ. അതിൽ ഇത് AC ഇതിന് കിലോമീറ്റർ കുറയോ? എങ്ങനെ സർ? AC ഇട്ടാണ്ട് നമ്മൾ യാത്ര ചെയ്ത കിലോമീറ്റർ കുറയതില് ഡീസൽ അടിച്ചാൽ കുറവുണ്ടാവുക നയിക്കണേ. ഏയ് അങ്ങനെയൊന്നുമില്ല സർ. എല്ലാ വണ്ടി പോലെ തന്നെയാണ്. ആണല്ലേ? എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്നാ ഓൾക്ക് എല്ലാവർക്കും മാർക്ക് കൊടുത്തണം കേട്ടോ. ഓക്കെ സർ. താങ്ക് യു. ആയിക്കോട്ടെ.